ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വലിയൊരു ടെൻഷനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊരു ചെറിയ പരിഹാരമായിട്ടുള്ള യൂസ്ഫുൾ വീഡിയോ ആണ്. ആഴ്ചയിൽ 7 ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഉണ്ടാക്കണം അല്ലേ. അപ്പം നമുക്ക് സൺഡേ സാറ്റർഡേ ഒക്കെ ചെയ്തു വെക്കാൻ പറ്റിയ 3-4 പ്രീമിക്സിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ 2 ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് സാറ്റർഡേ സൺഡേ ആയിട്ട് 3-4 പ്രീമിക്സുകൾ റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഓർഡർ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പുമാവിൻ്റെ പ്രീമിക്സാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. 90% വീട്ടമ്മമാർക്കും രാവിലെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേ ഏകദേശം 1 മണിക്കൂറൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് ബാക്കി ദിവസങ്ങളിൽ രാവിലെ പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിയും. ഇനിയിപ്പം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും 1 ടീസ്പൂണോളം ഉഴുന്നും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മളിങ്ങനെ പ്രീമിക്സ് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇത് ഏതൊക്കെ ദിവസമാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി മാത്രം. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇട്ട് വഴറ്റി അങ്ങനെയൊന്നും വേണ്ട. 1-2 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം റെഡിയാകും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് റവയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. റവയാണെങ്കിലും ചേർത്തിട്ട് വെറും 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. എല്ലാം ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ താഴെ തന്നെ വെച്ചാൽ മതി. സാറ്റർഡേ ഒരു 11 മണിയായപ്പം ഒരു 10 മിനിറ്റ് സമയം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പുമാവ് പ്രീമിക്സ് റെഡിയാക്കിയത്. ഇനിയിപ്പോൾ ഒരു 2 മണിയായി. ഈ ഒരു സമയത്ത് നമ്മൾ 2 ദിവസത്തേക്കുള്ള ഇഡലിക്കും ദോശയ്ക്കുമുള്ള ബാറ്റർ ഉണ്ടാക്കാനുള്ള അരി ഉഴുന്നുമാണ് വെള്ളത്തിട്ടിരിക്കുന്നത്. ഒരു 2.5 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉലുവയും 1 കപ്പ് ഉഴുന്നുമാണ് ഞാൻ നല്ലപോലെ കഴുകി 3 മണിക്കൂർ കുതിരാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല. ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇത് അരയ്ക്കാനായിട്ട് പോണത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അരിയും ആ ഉലുവയും കൂടെ തന്നെ ആദ്യം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരികയാണ്. നമ്മൾ 2 ദിവസത്തേക്കുള്ള ബാറ്ററാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പാത്രത്തിലേക്കായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്താണ് ഈ അരി അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഉഴുന്നും ഒരു അല്പം ചോറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഉഴുന്നും ചോറും കൂടെ അരച്ചത് നമ്മൾ ഇതുപോലെ തന്നെ നേർപകുതി വീതം 2 പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ലപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻ്റ് ആകാനായിട്ട് മാറ്റി വയ്ക്കണം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് 3 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ഫെർമെൻ്റായി. ഇനിയിപ്പോൾ ഞാൻ ഇത് രണ്ടും എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. നമ്മളതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഉണ്ടാക്കാൻ നേരത്താണ് ചേർക്കാറുള്ളത്. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടിനുള്ള ഒരു പ്രീമിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 2 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയാണ്, നൈസായിട്ടുള്ളത്. അതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർക്കാം. പിന്നെ 1 ടീസ്പൂണോളം ബട്ടർ ചേർക്കാം. ഈ ഒരു ബട്ടർ ചേർത്ത് വെക്കുമ്പം പുട്ട് നല്ല സോഫ്റ്റും ആകും. അതുപോലെ തന്നെ നമുക്കിത് കേടാകാനുള്ള ചാൻസും കുറയും. ഇനിയിപ്പം നമുക്കിത് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കാം. ഉപ്പുമാവിൻ്റെതും ഇഡലിയുടെയും ദോശയുടെയും നമ്മൾ ചെയ്തു വെച്ചത് സാറ്റർഡേ ആണ്. നമ്മളിപ്പോൾ ഈ പുട്ടിൻ്റെ ചെയ്തു വെക്കുന്നത് സൺഡേ ആണ്. ഇത് സൺഡേ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചെയ്തു വെക്കുകയാണ് കേട്ടോ. നമ്മൾ പുട്ടുപൊടി ഇങ്ങനെ നനയ്ക്കുമ്പം അതിൽ ബട്ടർ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നനച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് പുട്ടിൻ്റെ മിക്സ് റെഡിയാക്കി. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെറുതെ വെക്കരുത്, ഫ്രീസറിൽ തന്നെ വെക്കണം. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഏത് ദിവസമാണോ ഇത് ഉണ്ടാക്കുന്നത് അതിന് ഏകദേശം ഒരു 1/2 മണിക്കൂർ മുൻപേ ഇത് നമ്മളെടുത്ത് പുറത്തെടുത്ത് വെച്ചാൽ മതി. അതിൻ്റെ തണുപ്പൊക്കെ പോയി നല്ലപോലെ ആയി കിട്ടും. ഇനി നമ്മൾ സൺഡേ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റാഗി ദോശ ഉണ്ടാക്കാനുള്ള പ്രീമിക്സ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചെറുപയറും കൂടെ ഞാൻ 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അതൊന്ന് അരച്ചെടുക്കാം. 2 മണിക്കൂർ മുൻപേ എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടുപൊടി റെഡിയാക്കാനായിട്ട് വന്നത് 3 മണിക്കാണ്. ആ ഒരു സമയത്ത് തന്നെ 1/2 കപ്പ് ഉഴുന്നും ഇതുപോലൊരു 1/4 കപ്പ് ചെറുപയറും കൂടെ നമ്മൾ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റാഗി പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇതിൽ നമ്മൾ ഉഴുന്നും ചെറുപയറും റാഗി പൗഡറും മാത്രമാണ് ചേർക്കുന്നത്.
അപ്പോൾ അതേ നമ്മൾ ഈ ഒരു റാഗി പൗഡറും കൂടെ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പം നമുക്കിത് കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ, അതേ നല്ല ഫൈനായിട്ട് നമ്മളിത് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തു. ഇനി നമുക്കൊരു ഫെർമെൻ്റ് ആകാനായിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സൺഡേ സാറ്റർഡേ വെറും 1 മണിക്കൂറിൽ താഴെ എടുത്ത് 5 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രീമിക്സ് റെഡിയാക്കി. എന്നാൽ ഇനി നമുക്ക് ഓരോ ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നമ്മൾ സൺഡേ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗി ദോശയുടെ ബാറ്റർ വെച്ചിട്ട് നമ്മളിപ്പം മൺഡേ ആണ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു റാഗി ദോശയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഫെർമെൻ്റ് ആയ ശേഷം നമ്മളിപ്പം രാവിലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ റാഗി ദോശയ്ക്ക് പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ചട്നിയും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറിയ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊട്ടുകടലയാണ്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഒരു ചട്നി. അപ്പം ഇനി ഇത് നമുക്ക് കടുക് വറുത്താൽ മതി. അപ്പോൾ നമുക്കിനി റാഗി ദോശ തയ്യാറാക്കാം. നമുക്ക് ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത്. അതിലേക്ക് ഓയിൽ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് തയ്യാറാക്കാം. നല്ല സോഫ്റ്റായിട്ടാണെങ്കിൽ നമുക്കിത് പരത്തേണ്ട കാര്യമില്ല. ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞും വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു മേൾവശത്ത് കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് വേഗം തന്നെ ഇത് എടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ 1 കപ്പ് റാഗിപ്പൊടിയും 1/2 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചെറുപയറും വെച്ച് റെഡിയാക്കിയിട്ടുള്ള റാഗി ദോശയുടെ ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് 2 നേരത്തേക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ ഉണ്ടാക്കി പിന്നെ വൈകുന്നേരം ഒരു 5-6 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നിയും കൂട്ടി ഈ ഒരു റാഗി ദോശ നല്ല കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ മൺഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി നമുക്ക് ട്യൂസ്ഡേയിൽ, അതായത് ചൊവ്വാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടുപൊടി സൺഡേ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ വെളിയിൽ വെച്ചു. ഇനിയിപ്പം നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ 1/2 മണിക്കൂർ ഇരുന്നാൽ മതി. അപ്പോൾ തന്നെ എൻ്റെ തണുപ്പ് പോകും. എന്നാലും ഞാനൊരു 7 മണിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ഈ പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ചിരട്ട പുട്ട് മേക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അത് റെഡിയാക്കാം. നമ്മളിതുപോലെ നേരത്തെ ഈ ഒരു പുട്ടിൻ്റെ പ്രീമിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് രാവിലെ എന്ത് എളുപ്പമാണെന്നറിയും. ഇതിൻ്റെ തണുപ്പ് പോകാനായിട്ട് ഒരു 1/2 മണിക്കൂർ മുമ്പേ ഒന്നെടുത്ത് വെളിയിൽ വെക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് പുട്ട് റെഡിയാക്കാം. രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് ഈ ഒരു മെത്തേഡൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഇതുപോലെയൊക്കെ പ്രീമിക്സുകളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാം. അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കടലക്കറിയുടെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, ഇല്ലെങ്കിൽ പഴമാണെങ്കിലും മതി, യാതൊരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂട് കോഫിയുടെ കൂടെ നമ്മുടെ പുട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചൊവ്വാഴ്ചത്തെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ബുധനാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇത് നമ്മൾ സാറ്റർഡേ ചെയ്ത് വെച്ചിരുന്ന ദോശ ഇഡലി ബാറ്ററാണ്. നമ്മൾ 2 പാത്രത്തിലാക്കിയല്ലേ വെച്ചിരുന്നത്. അപ്പം ഞാൻ ഇത് ഒരു പാത്രത്തിലെടുത്ത് ഒരു 1/2 മണിക്കൂർ മുമ്പേ എടുത്ത് വെളിയിൽ വെച്ചതാണ്. തണുപ്പൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തു. ഞാനിപ്പോൾ ബുധനാഴ്ച ഇത് ഇഡലി ആയിട്ടാണ് റെഡിയാക്കുന്നത്. ഇഡലി തട്ടിൽ നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഈ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇഡലി തട്ടില്ലേ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡലിയുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നത്. പിന്നെ നമ്മളിത് ശനിയാഴ്ച, അതായത് നമ്മൾ സാറ്റർഡേ ആണ് ഇത് റെഡിയാക്കി വെച്ചിരുന്നത്. യാതൊരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് സാമ്പാറോ തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് വ്യാഴാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ 2 പാത്രത്തിലെടുത്ത് വെച്ച ആ ഒരു പാത്രത്തിലെ കൊണ്ടാണ് നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഡ്ഡലി ബുധനാഴ്ച ഉണ്ടാക്കി, ഇതിപ്പം വ്യാഴാഴ്ച നമ്മൾ ദോശയാണ് റെഡിയാക്കുന്നത്. ഇവിടെ കൂടുതൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും പരത്തിയിട്ട് റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ തലേദിവസമായിട്ടൊന്ന് അരിഞ്ഞു വെക്കുകയാണെങ്കിൽ രാവിലെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സാമ്പാറും റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വ്യാഴാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. ഇനി നമുക്ക് വെള്ളിയാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൈഡേയിൽ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഞാനിന്നിപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്.
ഈ ഉപ്പുമാവ് നമുക്ക് രാവിലെ തയ്യാറാക്കാൻ വെറും 5 മിനിറ്റ് മതി. അതിനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. 1 കപ്പ് റവയാണല്ലോ നമ്മൾ പ്രീമിക്സ് ആക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിയിട്ട് ഈ ഉപ്പുമാവ് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അത്രയും മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഉപ്പുമാവ് റെഡിയായി കിട്ടും രാവിലെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് എന്ത് കറിയുടെ വേണേലും നമുക്ക് കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ കടലക്കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കറിയില്ല പഴം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പം വെള്ളിയാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ റെഡി. ഇനിയിപ്പോൾ നമുക്ക് സാറ്റർഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ അവിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത്. അവിലൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മുടെ ആവശ്യത്തിന് അവൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും മധുരം കൂട്ടിയല്ലേ ഈ അവൽ കഴിക്കുന്നത്. ഇതൊരു വെറൈറ്റിയാണ്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുകിടാം. കടുകൊന്ന് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അത്യാവശ്യം ചെറിയൊരു എരിവ് വേണം. അതിനായിട്ട് 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ അവലും സവോളയും കൂടെയുള്ള ആ ഒരു മിക്സില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയാണെങ്കിലും നമുക്കൊരു 3-4 ദിവസത്തേക്കൊക്കെ ചിരകിയത് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് എളുപ്പം എടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു ടേസ്റ്റ് കൂടെ കൂടാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഇൻസ്റ്റൻറ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അവൽ റെഡിയാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ പഴവും പപ്പടവും. ഇനി നമുക്ക് സൺഡേയിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു മസാല ദോശയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനായിട്ട് ഒരു ചെറിയ ക്യാരറ്റും 2 പൊട്ടറ്റോയും ഒരു ചെറിയ സവോളയും പിന്നെ ഇതുപോലെ 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 4 വിസിൽ വന്നിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി. ഇപ്പം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ വിസ്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചും കൂടി എടുക്കണം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പം അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള മസാല ദോശ ആയതുകൊണ്ടാണ് നമ്മൾ ആ കിഴങ്ങൊക്കെ വേവിച്ചപ്പോഴത്തേക്കും അതിലേക്ക് ഗരം മസാല ഇട്ടത്. ഇനിയിപ്പോൾ അല്പം ഉഴുന്നും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ അതിൽ എരിവിനായിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കളർ കിട്ടാനായിട്ട് ഒരല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള മസാല ദോശയാണിത്. നമ്മൾ സാധാരണ അരിദോശ വെച്ചിട്ടാണ് മസാല ദോശയായിട്ടൊക്കെ റെഡിയാക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്തോളും. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നുമില്ല. അപ്പോൾ നമ്മുടെ മസാല ദോശക്കുള്ള മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു 3 തവി ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3/4 തവി റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ദോശയുടെ ബാറ്റർ റെഡിയാക്കുന്ന പോലെ അങ്ങ് റെഡിയാക്കാം. ഇതിലേക്ക് റവ ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒട്ടും കട്ടകളില്ലാതെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് ഈ ഒരു മസാല ദോശ റെഡിയാക്കാനായിട്ട് രാവിലെ ഒത്തിരി സമയമൊന്നും വേണ്ട. 1-2 പൊട്ടറ്റോയും ഒരു ചെറിയ ക്യാരറ്റും പിന്നെ ഒരു ചെറിയ സവോളയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പച്ചമുളകും ഇഞ്ചിയോ വെളുത്തുള്ളിയൊക്കെ കാണുമല്ലോ നമ്മുടെ കയ്യിൽ. അതൊക്കെ ചേർത്ത് പെട്ടെന്നൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ബാറ്റർ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ദോശയായിട്ട് തയ്യാറാക്കാമല്ലോ. നമ്മൾ അരിദോശ വെച്ചിട്ടുള്ള മസാല ദോശയ്ക്കാണെങ്കിൽ അതിന് സാമ്പാറും ചമ്മന്തിയും ഒക്കെ വേണം. ഇതാകുമ്പോൾ പിന്നെ ഈ ഒരു മസാല മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം ഇതിൽ നമ്മൾ ഗരം മസാലയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള മസാലയ്ക്ക് അതെല്ലാം നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതേ നമ്മൾ ദോശ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളിൽ മസാല വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് എത്ര എണ്ണം വേണോ അത്രയും റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. നല്ല ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ആ ഒരു മെനുവും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.